Hello guys, welcome back to the channel. Aynachakka. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അതും ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ്. കാരണം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ ഫസ്റ്റത്തെ കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റത്തെ കുക്കിംഗ് വീഡിയോ ഞാനല്ല ചെയ്യാൻ പോണത്, എൻ്റെ സിസ്റ്ററിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ശിവായെ കൊണ്ടാണ് നമ്മളിവിടെ ചെയ്യിപ്പിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പേ പോകാൻ ഒരു കാര്യമുണ്ട് ഗൈസ്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഞാനെടുത്ത് ഇതേപോലെ കിടക്കാച്ച് വീഡിയോയിൽ നിങ്ങൾക്ക് ചാറപ്പാറ വരുന്നതായിരിക്കും ഗൈസ്. ചാറപ്പാറ ഒന്നും വരത്തില്ല, ദിവസമൊന്നും വരത്തില്ല ഗൈസ്. നമുക്ക് വീഡിയോ കിടക്കാം. ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ സിസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മളെ ഷിഫ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കുക്കിംഗ് ചെയ്യാൻ പോണ, നമ്മളെ ഷിഫ്റ്റിനാണ് ഇവിടെ കുക്കിംഗ് ചെയ്യാൻ പോണ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലേക്ക് പോകാം. ഞാൻ പോക്കോന് വേണ്ടി ഉണ്ടാകാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അപ്പൊ ഞാൻ ഇതെന്ന് വെച്ചാൽ ചോളം നമ്മൾ എടുക്കണം, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഓയില്, പിന്നെ ഉപ്പ്. ഇത് ഇത്രയാണ് നമ്മൾ പോക്കോൺ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ. അപ്പം നമുക്ക് പാൻ എടുത്തിട്ടുണ്ട്. നമ്മള് ചൂടാക്കാൻ വേണ്ടി ഇതെടുക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ചൂടാക്കാൻ വെച്ചു. ഇനി നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഞാൻ ആവശ്യത്തിന് നമുക്ക് ഒഴിക്കാം. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞപ്പൊടി എടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് നമുക്ക് മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി, എരിവ് വേണമെങ്കിൽ. പിന്നെ ഉപ്പ്. അപ്പം ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോളമാണ് ഇടാൻ പോകുന്നത്. നമുക്ക് ചോളം എടുക്കാം, മിക്സ് ഒന്ന് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് അടച്ചു വെക്കണം കേട്ടോ. നമ്മളിതൊരു തടച്ചിട്ടുണ്ട് നല്ലതായിട്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. നല്ല ഒന്ന് ചൂടാവണം. ഇത് 5 മിനിറ്റ്സ് ആകുമ്പം നിങ്ങളിത് തുറന്നു നോക്കണം. അപ്പം നമ്മൾ ചോളം അങ്ങോട്ട് പൊങ്ങി അങ്ങോട്ട് വന്നിരിക്കും. ഓയിലൊക്കെ നമ്മൾ ഇതൊന്ന് ചെറിയ ചൂടാകുമ്പോൾ നമുക്കൊന്ന് സിം കൂട്ടി വെക്കാം കേട്ടോ. കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി 2 മിനിറ്റ്സ് കഴിയുമ്പം ഒന്ന് നോക്കുമ്പം ചോളം എല്ലാം ഇങ്ങനെ പൊട്ടുന്ന കാണാൻ പറ്റും ഗൈസ്. നമ്മളാ ചോളം പൊട്ടി നല്ലൊരു വരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഈ ചോളം നല്ല മൊത്തം പൊട്ടി തീർന്നിട്ടേ എന്തായാലും ഊരാവും. നമ്മൾ ഊരുമ്പം ചിലപ്പം നോട്ടുമില്ല ഒന്ന് തെറച്ചു വരും കേട്ടോ. അതുകൊണ്ട് ഇവരെ തുറക്കരുത് നിങ്ങളൊന്നും കേട്ടല്ലേ. അപ്പം ചോളം നല്ല പൊട്ടുന്നുണ്ട്. എണ്ണ ഒന്ന് തിരക്കുന്നുണ്ട്. നല്ലൊരു വ്യക്തമായിട്ട് കാണുന്നില്ലെന്ന് തോന്നുന്നു. നല്ല ചെറുതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക്. പൊട്ടിത്തീർന്നെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് സിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു ഗൈസ്. നമുക്കൊന്ന് തുറന്നു നോക്കാവോ എങ്ങനെയായിരിക്കുമോ എന്തോ. പൊട്ടുന്നുണ്ട് കേട്ടോ. ചൂടുന്നുണ്ട്. പൊളിച്ച് സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇത് പൊട്ടി വീണ് ഗൈസ്. ചൂടുണ്ടാണ്. അത് ഇത്തിരി നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഓഫ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഗൈസ്. അപ്പം നമുക്കൊരു സ്ഥലത്തോട്ട് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇത് എടുക്കുവാണ്. നമുക്ക് ഇത് ഇക്കാക്ക് കൊടുക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് പാവൊന്നും നോക്കാൻ എന്തുവാ, സാധാരണ പൊക്കവും തിന്നു പറയാനില്ല. എന്നാലും പൊടിയാണ് കാര്യം, കൈപ്പുണ്യമുള്ള കൊച്ച. അപ്പം വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, വിടരുത്, ലൈക്ക് ചെയ്യണം. ഇനി ഇതൊക്കെ ഉണ്ടാകുന്നത് നല്ലതാ. വീട്ടില് ഈവനിങ്ങിൽ നമുക്ക് ചായയോടെ കുടിക്കാനൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,
പിന്നെ ഇതിന്റെ വല്ല സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് കമന്റ് ചെയ്യണം, റിപ്ലൈ ഇടുന്നതാണ്. അപ്പം ബൈ.